ഇറാനെ സഹായിക്കാൻ യുഎന്നിനെ വരെ വിലക്കെടുക്കുകയും മറ്റൊരു രാജ്യവും പിന്തുണ നൽകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്ത ട്രംപിന് അടവുകൾ ഓരോന്നായി പിഴയ്ക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലിനെയും ശരിക്കും മുട്ടുകുത്തിക്കുന്ന തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനുമായി വ്ളാഡിമിർ പുടിൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇറാന് സർവ്വസഹായവും പിന്തുണയും റഷ്യ തുടക്കം മുതൽക്ക് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ട്രംപിനെയും നെതന്യാഹുവിനെയും ഞെട്ടിച്ചുകൊണ്ട് റഷ്യ അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ റഷ്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇറാനെ ഒറ്റപ്പെടുത്താനും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കാനും ശ്രമിക്കുമ്പോൾ ആ മതിൽക്കെട്ടുകളൊക്കെ തകർത്തെറിഞ്ഞ് ഇറാനെ സഹായിക്കാൻ ആദ്യമായി ഓടിയെത്തിയത് റഷ്യയാണ്. ഇറാനിലെ പുതിയ രാഷ്ട്രീയ ശക്തിയായ മോജ്തബ ഖമനേയിയുടെ പക്ഷത്തിന് ലഭിച്ച ഏറ്റവും വലിയ വിജയമായാണ് ഈ നീക്കത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൂടെയുണ്ടെന്ന് വെറും വാക്ക് പറഞ്ഞ് ഇറാനെ മാറ്റി നിർത്തുകയല്ല റഷ്യ ചെയ്തത്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ 13 ടൺ വരുന്ന അത്യാവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും പുടിൻ നേരിട്ട് ഇടപെട്ട് ഇറാനിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഈ മാസം 12-നാണ് റഷ്യയുടെ എമർജൻസി മിനിസ്ട്രി ഈ സുപ്രധാന നീക്കം നടത്തിയത്. പുടിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ സഹായങ്ങൾ ഇറാനിലേക്ക് അയച്ചതെന്ന് റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ ഏറ്റവും കരുത്തുറ്റ IL-76 എന്ന കൂറ്റൻ ചരക്ക് വിമാനത്തിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നത്. ഈ സാധനങ്ങൾ നേരിട്ട് യുദ്ധമേഖലയിലേക്ക് അയക്കാതെ അയൽ രാജ്യമായ അസർബൈജാൻ വഴി കരമാർഗമാണ് ഇറാനിലെത്തിച്ചതെന്നതാണ് മറ്റൊരു വലിയ കാര്യം. ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് സുരക്ഷിതമായ പാതയൊരുക്കിയാണ് ഇറാനിലേക്ക് ഉപകരണങ്ങളും മരുന്നുകളും എത്തിച്ചു നൽകിയത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ ആക്രമണം തുടങ്ങിയ ശേഷം ലോകരാജ്യങ്ങളിൽ ഒന്നുപോലും ചെയ്യാത്ത അത്ര വലിയ സഹായമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങളെ തടയാൻ റഷ്യ പരസ്യമായി തന്നെ ഇറാനൊപ്പം നിൽക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് അടിവരയിടുന്ന നീക്കമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തകൾക്കിടയിലും ഇറാനെ സഹായിക്കാൻ റഷ്യ മുന്നിട്ടിറങ്ങിയിട്ടും ട്രംപിന്റെ ചില തീരുമാനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വശത്ത് ഇറാനെതിരെ യുദ്ധം നയിക്കുമ്പോഴും റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് 1 മാസത്തെ താൽക്കാലിക ഇളവ് നൽകാൻ ട്രംപ് തയ്യാറായിട്ടുണ്ട്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് തടസ്സമില്ലാതെ യാത്ര തുടരാൻ അമേരിക്ക അനുമതി നൽകി കഴിഞ്ഞു. ഇറാന് സഹായം നൽകുന്നതിലൂടെ റഷ്യ അമേരിക്കയ്ക്കെതിരെയല്ലേ നിൽക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ട് അത്തരമൊരു തീരുമാനം ട്രംപ് എടുത്തു എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴാൻ ഇത് കാരണമായിട്ടുണ്ട്. ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഈ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ട്രംപിന്റെ ഈ തീരുമാനം റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്നും ഇത് യുക്രൈനിലും പശ്ചിമേഷ്യയിലും റഷ്യ നടത്തുന്ന യുദ്ധങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വാദിക്കുന്നത്. ഇത് സാധൂകരിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യൻ യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ റഷ്യയ്ക്ക് മാത്രം ഓരോ ദിവസവും $150 മില്യൺ അധിക വരുമാനമാണ് ലഭിക്കുന്നത്. അതായത് ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അതിന്റെ സാമ്പത്തിക ലാഭം മുഴുവൻ കൊയ്യുന്നത് റഷ്യയാണ്. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തകർക്കാൻ നോക്കിയവർക്ക് തന്നെ ഇപ്പോൾ ആ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തേണ്ടി വരുന്നത് വലിയൊരു രാഷ്ട്രീയ പരാജയമായാണ് കാണുന്നത്. റഷ്യയേക്കാൾ ഉപരി അമേരിക്കയാണ് ഇപ്പോൾ ആഗോള വിപണിയിലെ പ്രതിസന്ധി കാരണം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത്. G7 രാജ്യങ്ങൾ ഒപ്പിട്ട കരാറുകളിൽ നിന്ന് ട്രംപ് ഇത്ര പെട്ടെന്ന് പിന്നോട്ട് പോയത് വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് യൂറോപ്യൻ പ്രതിനിധികൾ തുറന്നടിക്കുന്നത്. അമേരിക്കയെ ഇനി എത്രത്തോളം വിശ്വസിക്കാമെന്ന ചോദ്യമാണ് യൂറോപ്യൻ യൂണിയൻ വക്താക്കൾ ഉയർത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലെ എണ്ണഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ യൂറോപ്യൻ നാവികസേന സജീവമായി രംഗത്തുണ്ട്. ഇറ്റലിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിപ്പിക്കാനാണ് തീരുമാനം. എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും റഷ്യയുടെയും അമേരിക്കയുടെയും പുതിയ നീക്കങ്ങൾ അവരെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണികൾ നേരിടാൻ തങ്ങൾ സുസജ്ജമാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ റഷ്യ ഒരു ഇരട്ട തന്ത്രമാണ് പയറ്റുന്നത്. ഒരു വശത്ത് മാനുഷിക സഹായം എന്ന പേരിൽ ഇറാനെ തങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പകരമായി തങ്ങളെ ഒരു വലിയ രക്ഷകനായി പ്രതിഷ്ഠിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നു. മറുവശത്ത് ഈ യുദ്ധം സൃഷ്ടിക്കുന്ന എണ്ണ വിപണിയിലെ അസ്ഥിരത മുതലെടുത്ത് തങ്ങളുടെ ഖജനാവ് നിറയ്ക്കുകയും ചെയ്യുന്നു. റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക നൽകിയ 1 മാസത്തെ ഇളവ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓക്സിജനായി മാറും. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഈ പുതിയ തർക്കം റഷ്യ കൃത്യമായി മുതലെടുക്കുന്നുമുണ്ട്. അമേരിക്കയുടെ സ്വന്തം സഖ്യകക്ഷികൾ തന്നെ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് റഷ്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ഗതാഗതത്തെ ബാധിക്കുന്നുണ്ടെന്നും ഇത് ആഗോള എണ്ണ വിതരണത്തെ അപകടത്തിലാക്കുന്നുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിലും റഷ്യ തന്റെ കപ്പലുകൾ സുരക്ഷിതമായി നീക്കാനും ലാഭമുണ്ടാക്കാനും വഴികൾ കണ്ടെത്തുകയാണ്. റഷ്യയുടെ എണ്ണ വരുമാനം കുറയ്ക്കാൻ കൊണ്ടുവന്ന പ്രൈസ് ക്യാപ്പ് പോലുള്ള നിയമങ്ങൾ ഇപ്പോൾ ഫലപ്രദമാകുന്നില്ലെന്ന് യൂറോപ്പ് സമ്മതിക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ വ്ളാഡിമിർ പുടിൻ തന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അമേരിക്കയും സഖ്യകക്ഷികളെയും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാനെ സൈനികമായും മാനുഷികമായും സഹായിച്ചും മറുവശത്ത് എണ്ണ വ്യാപാരത്തിലൂടെ വൻ ലാഭമുണ്ടാക്കിയും റഷ്യ തന്റെ കരുത്ത് തെളിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ റഷ്യൻ സഹായങ്ങൾ ഇറാനിലേക്ക് എത്തുമെന്നും അത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ.